സ്വീകരിച്ചു എന്നുള്ളത്. നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സാവധാനം കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയില് ദസറ, കാളി പൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നത്. സൗത്ത് ഇന്ത്യയില് സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില്, സൗത്ത് ഇന്ത്യയിലും മിക്കവാറും കണ്ടുവരുന്നത് 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ബൊമ്മഗുരുവിൽ നോക്കിയാല് നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുരുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത്. ഈ സ്ഥലത്ത് കാണുന്നത്. നേരത്തെ പറഞ്ഞ ഓരോ ദിവസം ഓരോ ദേവിമാരെ. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായി. ഈ 9 ദിവസം ആരാധിക്കുന്നത് ഇതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്. 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത്, ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. നീ ടു മീ എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും അദ്വൈതിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററിലെ ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവീ ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാൻ, ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റിനി ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മഗുരു ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മഗുരുവില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽച്ചെടിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പല നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം
നമുക്ക് ഈ ഗുരുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെ ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന് പറയും. ഇപ്പൊ ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസും മോളിക്യൂൾസും. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുക. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O 2 ആറ്റംസും മോളിക്യൂൾസും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ചേർന്നാണ് വെള്ളം ഉണ്ടാവുക. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകി. അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാദികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാദികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതിൽ 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും മോണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തത തോന്നും. എന്നാൽ ഇതിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലോ നമ്മുടെ പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസവും. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നസ് എന്ന് സയൻസ് പറയുന്നു. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നസ് പറഞ്ഞതാണ് ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് മീറ്റ് മീ ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. ഇനി ഈ നവരാത്രി കാലങ്ങളിൽ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്റർ നൽകുന്ന ഒരു പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. സാധാരണ പുരസ്കാരങ്ങളെല്ലാം സദസ്സിന് മുന്നിൽ വെച്ചാണ് നൽകുന്നത്, ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച്. എന്നാൽ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്റർ സദസ്സിന് മുന്നിൽ വെച്ചല്ല ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ബൊമ്മഗുരുവിനെ, ഈ നവരാത്രി ബൊമ്മഗുരുവിനെ, ഈ പ്രപഞ്ചത്തെ സാക്ഷിയാണ് ഈ മാർഗബന്ധ പുരസ്കാരം ആ സാധകന് നൽകുന്നത്. ഒരു സാധകന് നൽകുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. അപ്പൊ ആ ഒരു സാധകൻ എന്ത് ക്വാളിറ്റീസ് ആണ് വേണ്ടത് ഈ ഒരു മാർഗബന്ധ പുരസ്കാരം സ്വീകരിക്കുന്നത്? അതായത് അദ്ദേഹം ഒരു ഉപാസകനായിരുന്നു. ആ ഉപാസന തന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയായിട്ട് ആ ജീവിതാന്തം പാലിച്ച് ജീവിക്കുന്ന ഒരു മഹാത്മാവായിരിക്കും. ആ ഉപാസനയെ തന്നെ അദ്ദേഹം സമാജത്തിന് സേവനമായിട്ട് തന്റെ ജീവിതം തന്നെ ആ ജീവിതത്തിൽ പകർത്തിയ ചിട്ട സമൂഹത്തിലും പ്രയോജനകരമാകുന്ന രീതിയിൽ ജീവിച്ച് ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സാധകനുമായിരിക്കും. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക്, ഗുരുക്കന്മാർക്ക്, സാധകർക്ക് നൽകുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇനി നമുക്ക് ആ മഹത്തായിട്ടുള്ള പുണ്യമായിട്ടുള്ള മുഹൂർത്തത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കിടക്കാം.
ഔദൂജിയെ മാർഗബന്ധ പുരസ്കാരം സ്വാമി രാജേന്ദ്രാനന്ദ സരസ്വതിജിക്ക് സമർപ്പിക്കാനായിട്ട് ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വാമിജി ഔദൂജി. തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റുനി ധ്യാനകേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററുകൾ നടത്തിവരുന്ന ബൊമ്മഗുരു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റുനി ധ്യാനകേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മഗുരു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമികൾക്ക് മാർഗബന്ധ പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ് ജി. Meet to me, letter of recognition. Meet to me, meditation center, Balaramapuram, Tirunelveli aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, this center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navratri Bommagulu Festival 2025. Hence, with great pleasure, the Mahabandha Puraskaram is being conferred to Yogi Rajendrananda Saraswati, Sanatana Satsang Ashram, Tirunelveli, for their noble humanitarian selfless services and the holistic healing which maintains the balance in universal harmony, in dedication to the eternal truth of Avadhuti. മുഴുവനും നമുക്ക് വേണ്ടി സമർപ്പിച്ചത്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ മഹാത്മാവിന്റെ മനസ്സ് ശൂന്യമായിരിക്കും. ആ ശൂന്യമായ മനസ്സിലാണ് ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവുക. ആ ഒരു ഉയർന്ന അവസ്ഥയുടെ പ്രതീകമായിട്ടാണ് മാർഗബന്ധു പുരസ്കാരം മീറ്റ് മീ ധ്യാന സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും സ്വാമിജിയുടെ ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സേവനമായിട്ട് ലഭിക്കാൻ കാരണം അദ്ദേഹം ആ ഈശ്വരന്റെ ഒരു ഉപകരണമായിട്ട് ആ ശൂന്യമായ മനസ്സിന് ഉടമയായതുകൊണ്ടാണ്. അതിലും സ്വാമിജിക്ക് ഈ ഒരു പുരസ്കാരം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത്, അത് ദർശിക്കാൻ സാധിച്ചത് നമ്മൾ ഓരോ സാധകരുടെ പുണ്യമാണെന്ന് പറയുകയാണ്. സ്വാമിജിയോട്
നമ്മൾ സാധകർക്ക് ഒരു 2 വാക്ക് അങ്ങയുടെ ഓം ശ്രീ ചിന്താനേശ്വരായ പരമഗുരുവേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ദൈവത്തിൻ്റെയും ഗുരുവിൻ്റെയും ഈയുള്ളവൻ്റെയും നാമധേയത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലിയുഗത്തിൽ നാം മനുഷ്യരൂപത്തിൽ വന്ന് പിറന്ന പുണ്യാത്മാക്കളാണ്. ഇങ്ങനെ ഒരു മഹനീയമായ ഒരു ആവിഷ്കാരം ബോധതലത്തിൽ പ്രവർത്തിച്ച് പ്രപഞ്ച സങ്കല്പങ്ങളെ ഏകീഭവിച്ച് ഇവിടെ ഈ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മഹനീയ സാന്നിധ്യത്തിൽ നമുക്കറിയാം, നമുക്ക് അനവധി ദേവീദേവന്മാരും അനവധി കാഴ്ചപ്പാടുകളും അനവധി ചിന്താഗതികളുമുള്ളവരാണ്. ഇതിന്റെ കേന്ദ്രം, തലസ്ഥാനം ഏകമായിരുന്നേ പറ്റും. ആ ഏകതയ്ക്ക് വേണ്ടി, ആ ഏകത എന്ന് പറയുന്നത് ഞാൻ ഉടലെടുത്ത് വന്നു, അതുപോലെ മറ്റുള്ളവരും ഉടലെടുത്ത് വന്നു. പക്ഷെ നമ്മുടെ കാഴ്ച മങ്ങിയാല് പലതായിട്ട് തോന്നും. കാഴ്ച ഏകീഭവിച്ച് വന്നാല് ആത്മബോധത്തിലേക്ക്, ആത്മബോധം പ്രകാശിക്കുമ്പോൾ ഞാനെന്ന ഭാവം മാറി ആത്മാർത്ഥമായ ആത്മഭാവം വരുമ്പോൾ ശിവഭാവം, അല്ലെങ്കിൽ നമ്മള് ആ പരമസത്യത്തിനെ ശിവമെന്നും ഭഗവത് ചൈതന്യമെന്നും ബ്രഹ്മമെന്നും നിത്യമെന്നും സത്യമെന്നും ആനന്ദമെന്നും പറയുന്ന ഒരു സത്തിലാണ് നമ്മൾ ഈ പൊത്തുകളെല്ലാം നിലനിർത്തുന്നത്. ഒരേ ഒരു ദൈവത്തിന്റെ വിശ്വമക്കളായിട്ട് നമ്മള് ഇവിടെ അവതരിച്ചിരിക്കുക. ഒരു പൂർണ്ണത എത്തുന്നതിന് 5 കാലുകൾ വരും, 5 തത്വം: മാതാ, പിതാ, ഗുരു, ദൈവം, പിന്നെ താൻ. 4 കാലുള്ള 4 കാലിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ഒരു കസേരയിൽ ഇരിക്കുന്നത്, ഒരാൾ ഒരു ജീവിതത്തിൽ ഇരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ കാരുണ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ മാതാ, പിതാ, ഗുരു, ദൈവം, ഇത് 4ന്റെ അനുഗ്രഹത്തിലാണ് 5ാമൻ ഇരിക്കുന്നത്. പക്ഷെ ഈ 5ാമനാണ് അറിയേണ്ടത് മാതാവ് ആത്മചൈതന്യമാണെന്നും പിതാവ് ആത്മചൈതന്യമാണെന്നും ഗുരു ആത്മചൈതന്യമാണെന്നും ദൈവം ആത്മചൈതന്യമാണെന്നും താൻ അറിയേണ്ടതും ആത്മബോധമാണെന്നും
ആ ഏക സത്യം കൊണ്ട് അവന് ഒരു പ്രൊട്ടക്ഷൻ, കവചം അവൻ തന്നെ ഉണ്ട് ഉൽപ്പാദിപ്പിക്കുക, പ്രതിഷ്ഠിക്കുക. അച്ഛന്റെയും അമ്മയുടെയും ഗുരുവിന്റെയും ദൈവത്തിന്റെയും തണലിലാണ് ഞാൻ ഇതല്ല, ഇതിന്റെ ചൈതന്യമാണ് ഞാൻ ശവത്തിലല്ല ഭ്രമിക്കാൻ, ശിവത്തിലാണ് ഭ്രമിക്കാൻ. ഞാൻ നിസാരമല്ല, എന്തോ മഹാകാര്യത്തിലാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ആ മഹാകാര്യം എന്നിൽ ഉദിപ്പിക്കുവാൻ ഞാൻ ജീവാത്മാവിനെ തിരിച്ചറിഞ്ഞ പരമാത്മാവിനെ നിരന്തരം ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ഈ ഉപാസന എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആത്മീയതയ്ക്ക് പല പല തട്ടുകള് ഉണ്ട്. ശിവനാണ് എല്ലാം, കൃഷ്ണനാണെല്ലാം, ദേവിയാണെല്ലാം, ക്രിസ്തുവാണെല്ലാം, മുഹമ്മദാണെല്ലാം എന്നെല്ലാം നമ്മൾ പറയുന്നുവെങ്കിലും ഭഗവത്ഗീത അമൃതാണ്. ആ അമൃത് നമ്മുടെ ഭാരതത്തിലെ ആരും ശരിയാവണ്ണം മുല കൂട്ടുന്നുമില്ല, ശരിയാവണ്ണം ആ അമൃത് ക്ഷീരം നുകരുന്നുമില്ല. അതിനാൽ ആരും ഈ ആത്മതത്വം തിരിച്ചറിയുന്നില്ല. പറഞ്ഞു വരുന്നത് പരിമിതി അറിവിൽ കുറവ് വരുമ്പോഴാണ്, തിരിച്ചറിവിൽ കുറവ് വരുമ്പോഴാണ്, സ്നേഹത്തിൽ കുറവ് വരുമ്പോഴാണ്, സ്വയം തിരിച്ചറിയാത്തതിലാണ്, അനുഗ്രഹത്തിൽ കുറവ് വരുമ്പോഴാണ്, പ്രാരാബ്ദങ്ങൾ കൂടുമ്പോഴാണ്. പക്ഷേ ഈ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്ന ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എന്തറിയണം, എന്തറിഞ്ഞാൽ എനിക്ക് മറ്റൊന്നറിയണ്ട. അതാണ് ബ്രഹ്മം, ശിവം, ഭഗവത് ചൈതന്യം, ആത്മാവെന്നൊക്കെ പറയുന്നു. അപ്പോ ശരീരബോധത്തിൽ ഈ പരമസത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തി. ഓങ്കാരത്തിലേക്ക് നമ്മെ വഴി നടത്തണമെങ്കിൽ മാതാപിതാക്കൾ ജന്മം തന്നാൽ ഒരു ഗുരുവിന്റെ സാന്നിധ്യം, ഗുരുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ആ ഗുരുവിന് മാത്രമേ ബ്രഹ്മാമൃത കലശത്തിന്റെ വില പറഞ്ഞു തരാൻ കഴിയൂ. ഈ ഹൃദയാഹൃദയങ്ങളിൽ ഇരിക്കുന്ന തത്വത്തിന്റെ പ്രകടനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പ്രതിരൂപമായിട്ടും ഇതിനെ കാണാം. പക്ഷി മൃഗാദികൾ മുതൽ സസ്യലതാദികൾ വരെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന പ്രപഞ്ച സത്യത്തിന്റെ രഹസ്യം അവനവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. എന്റെ ഉള്ളിൽ കൂടി എല്ലാവരുടെ ഉള്ളും ഭരിക്കുന്നത് ഒരുവന്റെ ചൈതന്യമാണ്. അത്തരത്തിൽ ഞാനായിട്ട് ജനിക്കുന്നതിന്, ഉടലെടുത്ത് വരുന്നതിന് മുമ്പേ ഇതെല്ലാം ഇവിടെ ദൈവം ഒരുക്കി വച്ചിട്ടാണ് എന്നെയും നിങ്ങളെയെല്ലാം ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷെ ഇതിന്റെ ഒന്നും വില നമ്മൾ അറിയുന്നില്ല. നമ്മള് ഈശ്വരനെ ഉള്ളറിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അതിനെ ആത്മഭാവം എന്ന് പറയുന്നു. അതിന്റെ പ്രകാശം പുറത്തേക്ക് വിടുമ്പോഴാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഞാനും നമ്മളും. അതേസമയം ഈ ആത്മാവ് എന്താണെന്ന് അറിയാതെ അഹങ്കാരത്തിന്റെ
ഇരുട്ടിൽ തപ്പിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് പീസായ ബാറ്ററിയിൽ നിന്ന് രാത്രി നമ്മള് ഒരു ടോർച്ച് കൊണ്ട് കിടക്കും പോലെ നല്ല വെളിച്ചമുള്ള ഒരു ഗുരു, അല്ലെങ്കിൽ ഒരു ടോർച്ച്, അല്ലെങ്കിൽ ഒരു സേവകൻ, അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഏത് ഇരുട്ടിലും കൈത്താങ്ങായ ഒരു വെളിച്ചമാണ്. അത്തരത്തിൽ ഭഗവാൻ അവധൂത പ്രസാദിന്റെ രൂപത്തിൽ ഉടലെടുത്ത് വന്നപ്പോൾ തന്നെ ദൈവം കൽപ്പിച്ചു ഒരു ഭാരവും ഒരു ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ രൂപത്തിൽ ഞാൻ ആ തേനീച്ചക്കൂട്ടിൽ അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ ഓരോരോ രൂപത്തിൽ ആ മഹാപുരുഷന്മാരെ കൊണ്ടെത്തിക്കണം. അങ്ങനെയാണ് ഒരു കൂട്ടായ്മയുണ്ടാവും. ഇതിനകത്തൊരു സത്യമുണ്ട്. ഇത് ആഭാടത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉള്ളവയിലേക്ക് എത്തി നോക്കുവാനുള്ള നേരായ നേർവഴി കാട്ടുന്ന ബോധസ്വരൂപനാണ് ഇതിനുള്ളിലിരിക്കുന്നത്. ഇത് പുറമേ കാണുന്നതല്ല നമ്മൾ കാണേണ്ടത്. ആ ഉള്ളി ഇരുന്ന് ചെയ്യിപ്പിക്കുന്ന, അതിന് എന്താ പറയാ, ഒരു മൊബൈൽ ചാർജ്, അതിന് എത്ര ഇത് പവർ ഉണ്ടെന്നൊക്കെ ആ ചാർജ് കയറ്റിയ ആളിന് അറിയാം. സാധാരണ നോക്കാത്ത ഒരാളിന് അറിയില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്ക് വെളിച്ചം കൊടുക്കാൻ ഉള്ള ഊർജം ഇതിനകത്തുണ്ട്. അതാണ് ജ്ഞാനസൂര്യ. നമ്മൾ ഓരോരുത്തരും ശിവജ്ഞാന സൂര്യന്മാരാണ്. നമ്മെ നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നത്. ഇത് ഞാനല്ല, ഞാനിലിരിക്കുന്ന ചൈതന്യമായ സത്യസ്വരൂപന്റെ വെളിച്ചമാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഞാന് ഒന്നും അറിയാതെ ചിന്താദേശരാത്മ സ്നേഹത്തെ എന്നുള്ളിൽ പ്രതിഷ്ഠിച്ച് എന്നെ ഞാൻ എരിച്ച് എന്റെ ഭഗവാനെ ഞാൻ ഇതിൽ ഉണർത്തി ഉദിപ്പിച്ച് വന്നപ്പോ ഞാൻ അറിഞ്ഞോ അറിയാതെ ശബരിമലയുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ആ കലിയുഗവരതന്റെ പ്രത്യക്ഷ രൂപമായ മണികണ്ഠൻ, അത് നീലകണ്ഠന്റെ മകനാണല്ലോ. അങ്ങനെ ആ മണികണ്ഠ രൂപ അതിന്റെ ഇന്നത്തെ അവതാരമാണ് ഈ എന്താ പറയാ, ഈ ദേഹത്തിനുള്ളിരിക്കുന്ന സത്ത്. ഈ ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ ദേഹിക്ക് ഒരുപാട് നിറവുകളുണ്ട്. എന്റെ ഭൗതിക ജീവിതത്തിലെ നിറഞ്ഞ പ്രകാശങ്ങളിൽ, ഞാൻ കണ്ട പ്രകാശങ്ങളിൽ ഒരു അതിജ്വലിക്കുന്ന ഒരു പ്രകാശമാണ് ഇതിനുള്ളിലുള്ളത്. അത്തരത്തിൽ ഈ ഇവിടെ എന്റെ കൂടെ വന്ന ഇടിപ്പുറത്തെത്തിയ നമ്മുടെ കൃഷ്ണസ്വാമി, സഹധർമ്മിണിയായ കോമളം എന്ന് പറയുന്ന ദേവി, എന്റെ ചേച്ചിക്ക് തുല്യമായ എന്റെ വസന്ത ചേച്ചി, സാരഥിയായ ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം, ഇവരെല്ലാം ഇവിടെ കൂട്ടിമുട്ടിച്ചത് അതിന് ഈ ദേവീദേവന്മാരുടെ കൂടെ ചേരാനും ഇവരെല്ലാം അനുഗ്രഹിക്കാനാണ് നമ്മളെ മനസ്സ് പ്രേരിപ്പിക്കേണ്ടത്. അതുപോലെ അവരുടെ നിറഞ്ഞ സ്നേഹം നമുക്ക് ആദരവാണ് ഈശ്വരൻ, സത്യമാണ് ഈശ്വരൻ, ശുദ്ധ സ്നേഹമാണ് ഈശ്വരൻ. അത് ഒന്നേ ഉള്ളൂ. അത് ഉള്ളറയെ കണ്ട ഉള്ളറയിൽ, മുന്നിൽ കണ്ട മുന്നിൽ, എവിടെ കാണാനും ഒന്നേ ഉള്ളൂ. അത് ചൈതന്യമാണ്, ഓങ്കാരമാണ്. ആ ചൈതന്യത്തെ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിന് മരണമില്ല. ഈ കാണുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും
ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്ത് മുന്നോട്ട് അവന്റെ പ്രാരബ്ധങ്ങൾ ഒടുങ്ങി വീണ്ടും ജന്മങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പരമപിതാവിൽ നിന്ന് നല്ല അനുഗ്രഹം കിട്ടട്ടെ. ആ ദൈവത്തിലേക്കുള്ള ശ്രദ്ധ നമ്മളാരും മറന്നു പോകാതെ ഗുരുപാദങ്ങളെ പിന്തുടർന്നു പോകാൻ നമുക്ക് ദൈവം വെളിച്ചം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾക്ക് അവസരം തന്ന നമുക്ക് പ്രസംഗിക്കും ഇതിലെ കൂടിയിരിക്കുന്ന എല്ലാ സംഘാടകർക്കും ദൈവത്തിന്റെ എന്റെ ചിന്താലേശ്വരന്റെ നമ്മുടെ ഗുരുപരമ്പരകളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ധ്യാനഗുരു അവധൂത് ഗുരു ഭാഷയൻ നമ്മളെ സത്സംഗം കൊണ്ട് അനുഗ്രഹിച്ച യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്, സാന്നിധ്യം കൊണ്ടും സത്സംഗം കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച അന്നം പരബ്രഹ്മ ട്രസ്റ്റ് വലിയ ശാലയിലെ പരബ്രഹ്മ ആശ്രമ മഠാധിപതി യോഗി മണികണ്ഠാനന്ദ സരസ്വതി സ്വാമികൾ, സ്വാമികളുടെ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ള സാധകര് എല്ലാവരുടെയും പാദങ്ങളിൽ ഗുരുദാസന്റെ ആത്മാ പ്രണാമം. കേവലം 15 വയസ്സുള്ളപ്പോൾ തത്വമസിപ്പൊരുളിന്റെ പമ്പയിൽ ബലികർമ്മ ആചാര്യനായി സേവനമനുഷ്ഠിച്ച മഹാവ്യക്തി 20 വയസ്സുള്ളപ്പോൾ ആലയിൽ സ്വാമിയെ ഡ്രൈവറായി ഇരുന്നുകൊണ്ട് സ്വാമിയിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിയ വ്യക്തിത്വം. വർഷങ്ങളോളം പമ്പാസരസിൽ തനിക്ക് കിട്ടിയ മഹാശിലയെ ശിവലിംഗമായി കണ്ട് ആരാധിച്ച് തപോധനനായി മാറിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാന്യനായ യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്. ഒരു ജീവിതം പുഷ്ടിപ്പെടുന്നത് സത്യത്തെ അറിയുന്നത് എന്നാണ് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയും. 20-ാം വയസ്സിൽ ആലയിൽ സ്വാമിയുടെ നിത്യപരിചരണത്തിലെത്തിയിട്ട് പോലും ആ മഹത് സത്യത്തെ അറിയാൻ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു മഹാരാജു. എന്നാൽ 1985-ൽ ആലയിൽ സ്വാമി തന്റെ സർവസംഗമായ ദീക്ഷ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹ വചസ്സുകൾ ഏറ്റുവാങ്ങിയ സ്വാമിജി പമ്പയിൽ താൻ നിത്യമായി പൂജിച്ചിരുന്ന ഗുരു പറയാറുള്ളത് പോലെ ശിലയെ ശൈവമാക്കി മാറ്റുന്ന തപോധനന് ആ ശിവലിംഗം അദ്ദേഹം പാലക്കാടുള്ള ദ്രവ്യപാറയിൽ പ്രതിഷ്ഠിക്കുന്നു. അമ്പൂരിയിലുള്ള ദ്രവ്യപാറയിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ സ്വാമിയോട് സത്സംഗ സമയത്ത് ഞാൻ ചോദിച്ചു, എന്താണ് അതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ശിരസ്സാണ് ആ ദ്രവ്യപാറ. ആ ദ്രവ്യപാറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭൗതികമായ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം സങ്കരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഈഗോ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും സമ്മേളനമാണ് ആ ദ്രവ്യപാറ. ആ ദ്രവ്യപാറയിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ജ്ഞാനശിലയാണ്. ആ ജ്ഞാനശിലയ്ക്ക് കാവൽ നിന്നത് ശാപം മൂലം വൃക്ഷമായി മാറിയ ഒരു വടവൃക്ഷം. കണ്ടുനിന്നവർക്കും കേട്ടുനിന്നവർക്കും കഴിഞ്ഞു പോയവർക്കും സംശയമില്ലാതെ ആ ശാപഗ്രസ്തനായ മഹാസന്യാസി ആ ശിവലിംഗത്തെ ആരൂഢം ആമോദം പ്രണയിച്ചപ്പോൾ, കെട്ടിപ്പിടിച്ചപ്പോൾ, ഗാഢാശ്ലേഷം ചെയ്തപ്പോൾ ആ ശിവലിംഗത്തെ ആർക്കും ഇളക്കാൻ പറ്റാത്തതായി മാറി.
ആ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച് ഇതാണ് ജ്ഞാനശില എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാത്മാവ്. അദ്ദേഹം വളരെ വ്യക്തമായി ഗുരു ശിഷ്യ ബന്ധത്തെ നമുക്ക് പറഞ്ഞു തരുന്നു. ചെളിക്കുണ്ടിൽ വളരുന്ന പങ്കജമാണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് ആധാരം. പങ്കജത്തിന്റെ താമരയുടെ വിത്ത് വളരുന്നത് അല്ലെങ്കിൽ വിത്ത് കിടക്കുന്നത് ചെളിയിലാണ്. ഭൗതിക സാഗരമാകുന്ന ഈ ചെളിയിൽ ആണ്ടുകിടക്കുന്ന ആ വിത്തിന് എന്താണോ അതിൻ്റെ ഉള്ളിലുള്ളത്, അതിനെക്കുറിച്ചുള്ള ബോധം ആ കിഴങ്ങിനറിയില്ലെങ്കിലും വിത്തിനറിയില്ലെങ്കിലും നൽകി അതിനെ അങ്കുരിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരു നാമ്പ് പോലെ കൊണ്ടുവന്ന് മുകളിൽ ശുദ്ധമായ സ്നേഹമാകുന്ന ബോധമാകുന്ന ഈ വായുവിൽ അതിനെ പുഷ്പിച്ച് സഹസ്ര പുഷ്പമാക്കി മാറ്റുന്ന അദ്വൈതമായ ഒരു കർമ്മമാണ് ഗുരുകർമ്മം. ചെളിയിൽ നിന്നും വിത്തിനെ പൂർണ്ണ വികാസം പ്രാപിച്ച സഹസ്രാരത്തിലേക്ക് കൊണ്ടുവന്ന് സഹസ്ര പുഷ്പങ്ങളായി വിരിയിക്കുന്ന നാമ്പാണ് ശരിക്കും മഹാഗുരു എന്ന മഹാതത്വത്തെ നമുക്ക് പറഞ്ഞു തരുകയാണ് ബഹുമാന്യനായ സ്വാമികൾ. ഉള്ളിലുള്ളതിനെ പരിപോഷിപ്പിച്ച് തന്റെ തപസ്സിലൂടെ തന്റെ തപോധനത്തിലൂടെ ഉള്ളതിനെ അറിയുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അവധൂജിയുടെ മറ്റൊരു സങ്കല്പം പോലെ അല്ലെങ്കിൽ മറ്റൊരു യാഥാർത്ഥ്യം പോലെ എല്ലാ ഗുരുക്കന്മാരും നമ്മളെ ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ആ അഖണ്ഡ ബോധം സ്ഥിതി ചെയ്യുന്നത്. ആ അഖണ്ഡ ബോധത്തെ തൻ്റെ ഉള്ളിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ കാലം അവനെ അനുഗ്രഹിക്കണം. കാലം അവനെ അനുഗ്രഹിക്കുമ്പോൾ അവന്റെ ഗുരു എത്തിച്ചേരും. ഗുരു എത്തിച്ചേർന്ന് നിന്നിലുള്ളിലാണ് ആ സത്യം എന്ന് നമ്മളോട് പറയുമ്പോൾ ശിരസ് കുനിഞ്ഞു നിന്ന് എത്രമാത്രം കുനിക്കാമോ അത്രമാത്രം ശിരസ് കുനിച്ചു നിന്ന് സാഷ്ടാംഗ പ്രണവിതനായി ആ ഗുരുവിൽ നിന്ന് നമ്മളോട് ചേർത്ത് നിർത്തണേ എന്ന് ദാസോഹം പറഞ്ഞുകൊണ്ട് ആ ഗുരുവിലേക്ക് നമ്മൾ നടന്നെടുത്താൽ അദ്ദേഹം നമ്മളെ ഒരു ഉണ്ണിയെ ആശ്ലേഷിക്കുന്ന സ്നേഹവായ്പോടുകൂടി നമ്മളെ അദ്ദേഹം ഏറ്റെടുക്കും. നമ്മുടെ ഉള്ളിലുള്ള ആ സത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ ആ സത്വത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ആ സ്വമ്മിനെ തിരിച്ചറിയുവാനുള്ള തീർത്ഥയാത്രയിലാണ്, ആത്മീയ യാത്രയിലാണ് നമ്മൾ ഓരോ സാധകരും. ആ ഓരോ സാധകരുടെയും ഈ യാത്രയിൽ ബഹുമാന്യനായ രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ സ്ഥാപിച്ച സ്വയംഭൂമാതാ ദേവാലയം മലയൻകീഴിലുള്ള വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ പാൽപായസമാണ് പ്രധാനമെങ്കിൽ, ഗുരുവായൂരപ്പന് വെണ്ണയാണ് പ്രധാനമെങ്കിൽ, ഇവിടെ എല്ലാ മൂന്നാം ഞായറാഴ്ചയും നടത്തുന്ന സംശയ നിവാരണ ക്ലാസ് ആണ് അവിടുത്തെ പ്രധാന വഴിപാട്. ആ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് ആ വഴിപാട് നമ്മുടെ ശ്രദ്ധയാകുന്ന, നമ്മുടെ സമർപ്പണമാകുന്ന വഴിപാട്, നമ്മുടെ സംശയങ്ങൾ അവിടെ നിവേദിക്കുമ്പോൾ ആ അനുഗ്രഹം സംശയ നിവാരകനായി അവനെ മാറ്റി അവനെ അനുഗ്രഹിക്കുന്ന മഹത്തായ കർമ്മം ചെയ്ത് ഈ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ആത്മീയ സദസ്സിൽ പോയാലും സ്വാമിജിയെ കാണാം. ബോധേന്ദ്ര തീർത്ഥ സ്വാമികളുടെ സദസ്സിലെത്തിയാലും അതേപോലെ ആത്മീയത തുളുമ്പുന്ന എവിടെ ചെന്നാലും ഈ മഹാസന്നിധി ഉണ്ടാകും. തീർച്ചയായും ഈ ലോകത്തിന് അദ്ദേഹത്തിന്റെ സായുജ്യമേറിയ വാക്കുകൾ കേട്ട് ഇന്നത്തെ കലുഷിതമായ സമൂഹം പ്രണയത്തിന്റെ സമൂഹമായി മാറട്ടെ എന്ന് എളിയ നാമത്തിൽ, ഗുരുദാസിന്റെ എളിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ പാദങ്ങൾ പ്രണമിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിനെ അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച ആ മഹനീയതയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഓം ശ്രീ അയ്യാ ഗുരു ശരണം. ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട
ഒരു ആത്മീയ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത്. മീ ടു മീ ആചാര്യനും അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം സ്നേഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം നൽകുന്ന ഈ ആത്മീയ കേന്ദ്രത്തിൽ വന്നിരിക്കുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ ഏറ്റവും വാൽമീകി മഹർഷിക്ക് എങ്ങനെയാണ് ജ്ഞാനം കിട്ടിയത്, അതേ മാതൃകയിൽ ജ്ഞാനം കിട്ടിയ ഗുരുവര്യനാണ് സ്വാമി യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്. അദ്ദേഹം പ്രഭാകരാനന്ദ സ്വാമികളിൽ നിന്ന് ശിക്ഷണം സ്വീകരിക്കുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആലയിൽ സ്വാമിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ സിദ്ധി, ആ സിദ്ധി അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് പകർന്നുകൊണ്ട് വിശ്രമമില്ലാതെ അദ്ദേഹത്തിന്റെ മലയങ്കീഴുള്ള ദേവാലയത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തനം നടത്തിവരുന്നു. ആ നടത്തിവരുന്ന ആ പുണ്യാത്മാവിന് യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. കാരണം എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്താണ്, ഈ പൊതുസമൂഹത്തിലേക്ക് ഞാൻ പകർന്നു കൊടുക്കേണ്ട എന്താണ്, എന്റെ ഗുരുപരമ്പരയിൽ നിന്ന് എനിക്ക് കിട്ടിയതും എന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതും അദ്ദേഹം ഇന്നും പൊതുസമൂഹത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണത്തിന് കിട്ടിയ അംഗീകാരം എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള എന്തൊക്കെ പുരസ്കാരങ്ങളുണ്ടെങ്കിലും ആ പുരസ്കാരങ്ങളിൽ നിന്നെല്ലാം ആ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ഈ പുരസ്കാരം, മീ ടു മീ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പുരസ്കാരത്തിന് ആണ് എന്ന് എൻ്റെ ചിന്തകളിൽ നിന്ന് ഉദ്ധരിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഭഗവാന്റെ പാതാരവൃന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്തേ.